പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഈ അൽത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ദിവ്യകാരുണ്യമായി നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈ കൃപയുടെ സമയം, ഞങ്ങളുടെ മേൽ കരുണ ചൊരിഞ്ഞ ഈ നിമിഷം, തിന്മയെ നന്മയുടെ ശക്തി കൊണ്ട് തോൽപ്പിച്ച സമയം, മനുഷ്യവംശത്തെ മുഴുവനും വീണ്ടെടുത്ത സമയം, ഈശോയെ ഈ 3 മണി സമയത്ത് നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളുടെ ജീവനെ മുഴുവനായി നിന്റെ മുമ്പിൽ സമർപ്പിച്ച് നിന്നിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് ഈ മണിക്കൂറിൽ നിന്റെ സ്നേഹവും കരുണയും യാചിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയെ മനസ്സിലാക്കുവാൻ എന്തുമാത്രം ആഴമായ ഒരു കാരുണ്യമാണ് ദൈവം നമ്മളോട് ഓരോരുത്തരോടും കാണിക്കുന്നത് എന്ന് ധ്യാനിച്ചുകൊണ്ട് വീണ്ടും കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിലേക്ക് അഭയം പ്രാപിക്കുവാനായിട്ടുള്ള നമ്മുടെ പരിശ്രമമാണ് ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് ധ്യാനിക്കാം. ലൂക്കാ സുവിശേഷകന്റെ ഒരു വലിയ പ്രത്യേകത, ലൂക്കായുടെ സുവിശേഷം കരുണയുടെ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുക. കാരണം കർത്താവ് മിശിഹായുടെ ആ കരുണയുടെ മുഖം കൃത്യമായിട്ടും വചനം വായിക്കുന്നവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഈശോയുടെ കരുണയുടെ മുഖം വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 25 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഉപമ ഈശോ പറഞ്ഞു വെക്കുന്നു. നല്ല സമറിയാക്കാരൻ്റെ ഉപമ. നല്ല സമറിയാക്കാരൻ്റെ ഉപമ. ആ ഒരു ഉപമ ഈശോ പറയുവാനായിട്ടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ്, അതായത് പിന്നിലെ ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് ഈശോയുടെ അടുക്കൽ വന്ന് ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രക്ഷ പ്രാപിക്കുന്നവർ നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഓരോ യഹൂദനും മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു. നിത്യജീവൻ അവകാശമാക്കും. അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരുന്നു ഓരോ യഹൂദൻ്റെതും. നിയമങ്ങൾ അനുഷ്ഠിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, നല്ല വിശുദ്ധിയോടുകൂടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഉള്ള ഒരു ജീവിതമായിരുന്നില്ല, മറിച്ച് ദൈവത്തോട് ചേർന്നുള്ള ജീവിതം. അപ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിത്യജീവൻ അവകാശമാക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം അറിയാവുന്ന ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യും? ഈശോ പറയുന്ന കാര്യം നമ്മൾ കൃത്യമായ മറുപടി കൊടുത്തു. എന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിയമത്തെ, വചനത്തെ കൃത്യമായും മനസ്സിലാക്കി വചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായും എടുത്തു പറഞ്ഞുകൊണ്ട് ആ നിയമജ്ഞനോട് മറുപടി പറയുന്ന ഈശോയെ കാണാൻ പറ്റും. വീണ്ടും വീണ്ടും അവൻ ഈശോയോട് ചോദിക്കുന്ന ചോദ്യം, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരാണ് എൻ്റെ അയൽക്കാരൻ? ഒരു നിയമജ്ഞൻ അങ്ങനെ അപ്രകാരം ചോദിക്കാൻ പാടില്ലാതാണ്. കാരണം നിയമം മുഴുവനും, വചനം മുഴുവനും കൃത്യമായി പഠിച്ച ഒരു വ്യക്തിയാണ് നിയമജ്ഞൻ. പക്ഷെ അവൻ ചോദിക്കുന്ന ചോദ്യമാണ്, ആരാണ് എൻ്റെ നിയമം? ആരാണ് എൻ്റെ അയൽക്കാരൻ? അവിടെ ഈശോ അവന് കൂടുതൽ വ്യക്തത ലഭിക്കുവാനായിട്ട് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. അത് നല്ല സമറിയാക്കാരൻ്റെ ഉപമ. അത്രയും നാളും
ഒരിക്കലും അവർ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ശക്തമായ ഒരു ഉപമയാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. അതായത് ജെറൂസലേമിൽ ജെറിക്കോയിലേക്ക് പോകുന്ന വഴിമധ്യേ അവിടെ വെച്ച് ഒരു യഹൂദനെ കള്ളക്കാരും കവർച്ചക്കാരും കൂടെ അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവൻ വഴിയരികിൽ മൃതപ്രാണനായി കിടക്കുന്ന സമയത്ത്, അർത്ഥപ്രാണനായി കിടക്കുന്ന സമയത്ത് അതിലേക്കൂടെ കടന്നു വന്നവരാരും അവനെ ശ്രദ്ധിച്ചില്ല. ആരും അവനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നില്ല. അപ്പോൾ അവിടെ ഒരു സമറിയാക്കാരൻ കടന്നു പോകുമ്പോൾ ആ സമറിയാക്കാരൻ അവൻ്റെ കുതിര കഴുതപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി വന്ന് ഇവനെ സഹായിക്കുന്നു. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമുള്ള ഒരു സഹായം ഒരിക്കലും അവൻ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ആ ഒരു ഉപമയിലൂടെ ഈശോ പറഞ്ഞു വെക്കുന്നൊരു കാര്യം, ഈ 3 പേരിൽ ആരാണ് ഇവർക്ക് അയൽക്കാരനായിട്ട് മാറിയത്? അതിനുള്ള മറുപടി കൃത്യമായിട്ടും പറയുന്നുണ്ട്. അവനോട് കരുണ കാണിച്ചവൻ എന്ന നിയമം ഞാൻ പറഞ്ഞു. അവനോട് കരുണ കാണിച്ചവൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഉപമയുടെ ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠത അല്ലെങ്കിൽ എൻ്റെ ഒരു കാമ്പ് എന്ന് പറയുന്നത്, കരുണ കാണിക്കുന്നവൻ യഥാർത്ഥ അയൽക്കാരൻ അല്ല നല്ല സമറായക്കാരനായി മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ ഈ ഒരു ഉപമ നമ്മളോട് ഇന്നും അത് പറയുമ്പോൾ അതിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ ഒരു നല്ല ക്വാളിറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ കൈമോശം വന്നു പോയിട്ടുണ്ട്. മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ കൂടെ ആയിരിക്കുക, ഇതൊക്കെ പലപ്പോഴും നമുക്ക് അന്യം നിന്നു പോവുകയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ലക്ഷ്യങ്ങൾ ഇത് മാത്രമായിട്ട് ഞാൻ ഒതുങ്ങിക്കൂടുകയാണ്. അപ്പോൾ പലപ്പോഴും കർത്താവിൻ്റെ ആശയം മനസ്സിലുള്ള ആ സ്വപ്നത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോവുകയാണ്. കരുണയുള്ള ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറാൻ നമുക്ക് സാധിക്കാതെ പോവുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് എപ്രകാരമാണ് നമ്മുടെ ജീവിതങ്ങളായിത്തീരേണ്ടതെന്ന്. കർത്താവ് പറയുന്നുണ്ട്, പ്രഭാഷകൻ 28, അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അതിൻ്റെ അർത്ഥം നീ മറ്റുള്ളവരോട്, നിന്റെ കൂടെയുള്ളവരോട് നിന്റെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയൊക്കെ അവഗണിച്ചിട്ട് നീ കൈവിരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന പോലും കേൾക്കുന്നില്ല. അപ്രകാരം അതായത് നീ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തിട്ട് കരങ്ങൾ വിരിച്ച് പിടിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും. വീണ്ടും പറയുകയാണ്, അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? പ്രിയപ്പെട്ടവരെ, പ്രകാരം ശക്തമായ രീതിയിൽ വചനം നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുകയാണ്. വചനം പഠിപ്പിക്കുകയാണ്, അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് മുൻപ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം പരസ്പരം രമ്യതപ്പെടാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും. ഈ നോമ്പ് കാലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, കർത്താവിൻ്റെ ആ ഒരു വലിയ പീഡാസഹനവും കുരിശുമരണവും ഒക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിച്ചത് അനുസ്മരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. കർത്താവിനോടൊപ്പം ചരിക്കുവാൻ, ക്രൂശിതനോടൊപ്പം ചരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന സമയങ്ങളാണ് നോമ്പുകാലം. അവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സ്വാർത്ഥ താല്പര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ കാണാനും അവരെ തിരിച്ചറിയാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അവർക്കൊക്കെ കരുണയുടെ മുഖങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നമ്മളും നല്ല സമുദായക്കാരനായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മളോടൊക്കെ മറ്റുള്ളവർ സഹായമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ മുഖങ്ങൾ കരുണയുടെ മുഖങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളോട് സഹായം ചോദിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയ വിശ്വാസം അവർക്കുണ്ട്. നമ്മൾ കരുണ കാണിക്കാതിരിക്കുമ്പോൾ ആ വിശ്വാസത്തെയാണ് നമ്മൾ തകർക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ആഴമായ ഒരു വലിയ ബോധ്യത്തോടെ നമ്മുടെ ജീവിതം മുഴുവനും മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ കടന്നു പോകാം. നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, മറിച്ച് നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ളവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ പോലും നമ്മൾ തയ്യാറാകുമ്പോൾ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയാണത്.
സ്നേഹത്തോടെയുള്ള ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, അവർ വലിയ കാര്യങ്ങൾ നൽകി അവരെ സഹായിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അവരുടെയൊക്കെ ആവശ്യങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലുമൊക്കെ മകനെ മകളെ നീ വിഷമിക്കണം, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നൊരു ആശ്വാസ വാക്ക് പറയാനായിട്ടെങ്കിലും നമുക്ക് സാധിക്കാറുണ്ട്. അപ്രകാരമൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ വലിയ അഭിഷേകം, ഓരോ വചനത്തിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത വലിയ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കരുണയുടെ തിരുമണിക്കൂർ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ എത്രമാത്രം പാപികളും ബലഹീനരും നന്ദിയില്ലാത്തവരും നിന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടും ആ സ്നേഹത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചതുമായ ഞങ്ങളെ ഇത്രയധികം സ്നേഹത്തോടെ നീ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം എത്ര വലുതാണ്. അവർ വലിയ ബോധ്യത്തോടെ കർത്താവെ, നിന്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ പൂർണ്ണമായ അഭയം പ്രാപിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെയും കരുണയുടെ ജീവിതങ്ങളായി മാറ്റണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവികാരനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വചനത്തിൽ കേട്ടതുപോലെ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങൾ കരുണയുടെ ജീവിതങ്ങളായി മാറുവാൻ നല്ല സമ്രായനെ പോലെ ഞങ്ങളെ ചുറ്റുമുള്ളവർക്ക് മുഴുവനും അവരോട് കരുണ കാണിക്കുന്നവരായി മാറുവാനും അപ്രകാരം നിന്നെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ നിത്യജീവൻ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളും കരുണയുടെ ജീവിതങ്ങളാകുമ്പോഴാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒരു വലിയ ബോധ്യത്തിൽ ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ നാടിനെ സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും അസ്വസ്ഥതകളിലൂടെയൊക്കെ ഞങ്ങളുടെ നാട് കടന്നു പോകുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുമക്കൾ കടന്നു പോകുന്നുണ്ട്. അവരെല്ലാം കർത്താവേ ഞങ്ങളുടെ കാരുണ്യത്തിനായി സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ബന്ധങ്ങളിലൊക്കെ പലപ്പോഴും ഒത്തിരിയേറെ വീഴ്ചകൾ സംഭവിച്ചു പോയി. ഒത്തിരി അസ്വസ്ഥതകൾ സമൂഹത്തിലും കുടുംബങ്ങളിലും ഒക്കെ സൃഷ്ടിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം കർത്താവെ ഞങ്ങളുടെ കരുണയിൽ ചേർത്ത് വയ്ക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെല്ലാ പ്രാർത്ഥനകളും നിന്റെ മുമ്പിൽ സമർപ്പിച്ച് നിന്റെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് നിന്റെ ആശീർവാദത്തിനായിട്ട് ഞങ്ങളിതാ ഒരുങ്ങുന്ന സമയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. താഴ്സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.